വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 100ാം വാർഷികം നടക്കുന്ന ഈ വൈകിയ വേളയിൽ രാമസ്വാമിയുടെ കെട്ടിട സമുച്ചയം വളരെ ഗംഭീരമായി തന്നെ പുനരുദ്ധരിച്ച് വൈക്കത്തെ ജനങ്ങൾക്കൊരു വഴികാട്ടിയായി തന്നെ കാണിച്ചു കൊടുക്കാൻ സാധിച്ച തമിഴ്നാട് ഗവൺമെൻറ്റിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവസാന വേളയിൽ കേരള മുഖ്യമന്ത്രിയോടൊപ്പം നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയും വൈക്കത്തെത്തുകയും അതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്ന ബീച്ചിൽ വളരെ ഗംഭീരമായി തന്നെ അവരുടെ വാഗ്ദാനങ്ങൾ നടത്തപ്പെടുകയും ചെയ്ത ഈ വേളയിലാണ് നമുക്ക് ഇത്രയും തമിഴ്നാട് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. നമുക്ക് ഈ പുതിയ തലമുറയ്ക്ക് രാമസ്വാമി നായ്ക്കർ ആരാണെന്നുള്ളതും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മന്നത്ത് പത്മനാഭൻ ഇരിക്കുന്നു, അവരാരാണെന്നുള്ളതും ഒന്നും തന്നെ ഇന്നത്തെ ചെറിയ തലമുറയ്ക്ക് അറിയാൻ സാധിക്കുന്നതല്ല. ഇന്നത്തെ യുവതലമുറ വളരെയധികം രോഗത്തിനടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന നമ്മുടെ കേരള മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്നു, നമ്മുടെ വൈക്കത്തെ, കാരണം അറിയാം അയിത്താച്ചാടന മേഖലകളെല്ലാം നടന്നിരിക്കുന്ന നമ്മുടെ വൈക്കത്തിന് കിട്ടിയ ഏറ്റവും വലിയ വാഗ്ദാനവും ഏറ്റവും വലിയ സമ്പത്തുമാണ് നമുക്കിന്ന് ഈ ബിൽഡിങ്. അത് വൈക്കത്തുള്ള ജനങ്ങൾക്ക്, കേരളീയർക്ക് മുഴുവൻ ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു കെട്ടിട സമുച്ചയം നമുക്ക് വൈക്കത്ത് വന്ന് സ്ഥാപിക്കാൻ സാധിച്ചതിൽ അവരെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.